അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഈ സംഘടനയിൽ നിന്നും മലയാള സിനിമയിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാനിവിടെ വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിൽ പേരുകൾ പറയാത്തതിൽ ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലും പേരുകൾ പറയാതെ ചില പേജുകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് തിലകൻ ചേട്ടൻ്റെ, ഞാൻ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിലകൻ ചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യൻ ഇതൊക്കെ എന്നോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടിവെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. അതായത് സംഘടന വിഷയം ഓപ്പൺ ആയിട്ട് പുറത്തു പറഞ്ഞത്, സംഘടനയിൽ മാഫിയയാണ്, ഗുണ്ടായിസമുണ്ട്, ഇത് അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയുള്ള ഒരു സംഘടനയല്ല, അമ്മ എന്ന് പറയുന്ന സംഘടന ഒരു കോടാലിയാണ് എന്നൊക്കെ മാധ്യമങ്ങളോട് ആ കാലഘട്ടത്തിൽ, 2010 കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ സമയത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞതിന് എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? സംഘടനാ വിഷയം പുറത്തു പറഞ്ഞു എന്ന പേരിലാണ് അച്ഛന് എതിരെ ആ ഒരു നടപടി ഉണ്ടായത്. അതിലും വലിയ വിഷയങ്ങൾ ചെയ്ത ആൾക്കാരെ ഇതിനകത്ത് തന്നെ പിന്നീട് നിലനിർത്തുന്ന കാഴ്ചകൾ നമ്മൾ പിന്നീട് കണ്ടു. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഇപ്പം സിനിമയ്ക്ക് അകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്? അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ്. കേരളം കൊടുക്കുന്ന, ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗ് ആണ്. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക, പണി ഞാൻ തരുന്നുണ്ട്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുകയാണ്. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.